എന്നെ ശ്രദ്ധിക്കുന്ന ദൈവം, ഇതിലെ നിന്റെ മേൽ, നിന്റെ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ അഹങ്കാരികൾ മറു സൈഡിൽ എഴുന്നേൽക്കുകയാ. എന്തിനെന്നറിയാമോ? ചില ഗോസിപ്പുമായിട്ട്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം നിന്നെ തള്ളിയത് കൊണ്ടല്ല, പിന്നെയോ ദൈവിക പദ്ധതിയിലേക്ക് നിന്നെ ഒന്ന് അടുപ്പിക്കുവാൻ, ദൈവിക പദ്ധതിയിലേക്ക് നിന്നെ, നിന്റെ കുടുംബത്തെ ഒന്ന് ചേർത്ത് നിർത്തുവാൻ അവൻ ചില കഷ്ടങ്ങൾക്ക് അവൻ അനുവദിക്കുകയാ. അത് തള്ളിക്കളഞ്ഞത് കൊണ്ടല്ല, പ്രത്യുത നിന്നെ അധികമായി സ്നേഹിക്കുന്നു, നിന്നെ അധികമായി സ്നേഹിക്കുന്നു. പ്രശ്നങ്ങളില്ലെന്നല്ല, പ്രതികൂലങ്ങളില്ലെന്നല്ല, ചിലത് ദൈവത്തിന് നിന്നെ പഠിപ്പിക്കാൻ പദ്ധതിയുണ്ട്. ആമേൻ. അടുത്ത 71 വാക്യത്തിൽ അതാ ഭക്തൻ പറയുന്നത്, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ആദ്യം ഒരല്പം വേദനയായി, വിഷമമായി തോന്നിയാലും പിന്നത്തേതിൽ പറയാൻ പറ്റും, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. ഹല്ലേലൂയ.